ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവ് പറയണേ, നീ ആരോടാണ് ശിവാനി ഈ പറഞ്ഞിരിക്കുന്നത്? പറയാൻ പാടുള്ളവരോടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത്? ഇവരെ പോലെയുള്ളവരോട് പറയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, എടാ ഒരിക്കലും നീ ഈ കോഫി ഷോപ്പ് ഇടരുതെന്ന് പറയട്ടോ. അത് കേട്ട ഉടൻ തന്നെ എന്താ നിങ്ങൾക്ക് മാത്രം ബിസിനസ് ചെയ്താൽ മതി എന്നുണ്ടോ എന്നിങ്ങനെ പ്രണവ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനിയും പറയണം, നിങ്ങളല്ലേ ബിസിനസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഈ സമയം നീ ബിസിനസ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കേട്ട ശിവാനി പറയണേ, ഇത്രയും നാൾ നിങ്ങൾ ബിസിനസ് ചെയ്യണേനായിരുന്നല്ലോ തടഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പോഴേക്കും ഗൗതം പറയണം, അതെ, ഈ CKCയുടെ കൂടെ നീ ബിസിനസ് ചെയ്യേണ്ട, അത് നല്ലതല്ല, അവൻ ശരിയല്ല എന്നൊക്കെ എങ്ങനെ പറയാം, അവൻ്റെ ചതി എനിക്കേ അറിയുള്ളൂ, അവൻ്റെ ചതി ഞാനേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ, എന്ത് ചതിയനാണെങ്കിലും ശരി, അയാളാണ് എൻ്റെ വിവാഹം നടത്തിയത്, അയാൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ്, അയാൾ എനിക്ക് വിവാഹം ചെയ്തു തന്നിട്ട്. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ഇങ്ങനെ നിർമ്മല ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിർമ്മലയാണെങ്കിൽ ഈശ്വര, ഈ ഗൗതമിന് ഒരു സമാധാനം ഇവരാരും കൊടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പാറുവാണെങ്കിലോ ഒന്ന് അടങ്ങ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പ്രണവിനോട്. അപ്പോൾ പ്രണവ് പറയാണ്, തീർച്ചയായും CKCയുമായുള്ളൊരു ബിസിനസ് തന്നെ ഞാൻ തുടങ്ങുന്നത്, CKC എനിക്ക് പണം തരാമെങ്കിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറയട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞു, ഇത് തുടങ്ങാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, ഇത് തുടങ്ങിയാൽ നീ ഇനി കഷ്ടപ്പെടാൻ പോകുന്ന ഇതല്ല, അയാളുടെ കളി വേറെ കളിയാണ്, അയാൾ ഇപ്പം എന്നെ കാണിച്ചത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ ബിസിനസ് തുടങ്ങുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം, ഇവിടുന്ന് പണം എടുക്കാനും പാടില്ല, എന്നാൽ ഈ CKC പണം തരുമ്പോൾ അവിടെയും ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇത് എന്തൊരു ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ നിധി പറയണം, അവനൊരു ചതിയനാണ്, അത് മനസ്സിലാക്കണം, കാരണം ഞങ്ങളെ തന്നെ ചതിച്ചത് കണ്ടില്ലേ, ഇപ്പോൾ ഞങ്ങളോട് കാണിച്ചത് കണ്ടില്ലേ, അപ്പോൾ അയാൾ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടി, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുക, ഓരോന്ന് കാട്ടി നിങ്ങൾ എന്നെ നേരാക്കാൻ നടക്കണ്ട കേട്ടോ, നിങ്ങളുടെ സംസാരം തന്നെ എനിക്ക് കേൾക്കുന്നത് ദേഷ്യമാണ്. അപ്പോൾ ഇത് കണ്ട് നിർമ്മല നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഗൗതം ഒന്ന് പറയുന്നത് കേൾക്ക്, എൻ്റെ വാക്കുകൾക്ക് നീ വില മതിക്ക്, ഞാനൊരു ബിസിനസ് ചെയ്ത് പരിചയമുള്ളവനാണ്, CKCയുടെ പോലെ ഇത്ര തന്ത്രം ഉപയോഗിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കുന്ന ഒരു കുഴി ചതിയൻ എവിടെയും ഉണ്ടാവില്ല, നിന്നെ കുഴിയിൽ കൊണ്ടേ അവൻ ഇടത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും ശിവാനി പറയണം, അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങളുടെ ഭാര്യയുടെ വാക്കും കേട്ടിട്ടല്ലേ നിങ്ങൾ ബിസിനസ് ചെയ്ത്, എന്നിട്ട് ഇപ്പോൾ എന്താ അതിൽ നിന്ന് കിട്ടിയത്? ഇനിയിപ്പോൾ ഞങ്ങൾ നേരാവുന്നതിനുള്ള അസൂയ മൂത്ത് നിങ്ങൾ ഓരോന്ന് പറയാൻ നിൽക്കേണ്ട, ഇവിടെ നിന്നും ഞങ്ങൾക്ക് പണം തന്നില്ല എന്നാൽ അതും നിങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രണവിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, പ്രണവ് നിങ്ങളുടെ കാലിൽ കെട്ടിയിട്ട് ജീവിക്കണം എന്നുണ്ട്. അത് കേൾക്കുന്ന ഗൗതം പറയണേ, നീയൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ എൻ്റെ അനിയനോടാണ് സംസാരിച്ച് അവന് തെറ്റും ശരിയും തിരുത്തി കൊടുക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ദേ പ്രണവ്, ഇവളുടെ വാക്ക് കേട്ട് നീ ഓരോന്നും എടുത്ത് ചാടണ്ട, നീ അബദ്ധങ്ങളിലേ ചാടുള്ളൂ, ഇത് നീ കരയാനുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മതി നിങ്ങളുടെ വേദവാക്യം, അത് കേട്ട് മടുത്തു, ഇനി ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതിൽ നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം എന്നോട് ചൂടാകുമ്പോൾ, ഗൗതം ഞാൻ എന്നോട് അപേക്ഷിക്കുകയാണ്, ഞാൻ കൈകൂപ്പി പറയാണ്, നീ ബിസിനസ്സിൽ നിൽക്കരുത്, നിങ്ങളോട് നിങ്ങളുടെ കാര്യം നോക്കാനാണ് പറഞ്ഞത്, ചേട്ടാ ഞാൻ എൻ്റെ ഏട്ടനാണ്, ഏട്ടനെന്ന സ്ഥാനം ഞാൻ നിങ്ങളെ കാണുന്നില്ല. അത് കേൾക്കുന്ന പാറുവിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്, വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നോടാ, എന്താടാ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഉടൻ തന്നെ ശിവാനിയാണെങ്കിലോ, എന്താ നിങ്ങളുടെ മൂത്ത മകൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ലേ, സ്വന്തം വീട് പോലും പണയത്തിലാക്കിയത് നിങ്ങൾക്ക് കുഴപ്പമില്ലേ? അപ്പോൾ ഇത് കേൾക്കുന്നത് നിധി പറയണം, ഇടയ്ക്ക് മിണ്ടാതിരിക്കടി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, എന്താ അവൾക്ക് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ, എൻ്റെ ഭാര്യയാണ്, അവൾക്ക് ഇവിടെ അഭിപ്രായം പറയാം, നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? അപ്പോഴേക്കും ഗൗതം, എടാ ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാടാ, ഈ CKC ചതിയനാണ്, നീ ആ ബിസിനസ് ചെയ്തിരിക്കും എന്ന് പ്രണവ് പറയുമ്പോൾ ഉടൻ തന്നെ CKC അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ, ചെയ്തിരിക്കും, അവൻ എന്നെയും ഒത്ത് ആ ബിസിനസ് ചെയ്തിരിക്കും. ഇത് കാണുന്ന ഗൗതം എന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും നിർമ്മല തൻ്റെ കാണുമെന്ന് പേടിച്ചിട്ട് ഡോറിന് ബാക്കിലോട്ട് പോവാണ്. അങ്ങനെ ജ്യോതിയും ഈ CKCയും കൂടി മുന്നോട്ട് കടന്നു വരികയാണ്. ഇതേ സമയം ഇങ്ങനെ, അച്ഛാ ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ പോവല്ലേ അങ്കിൾ, ഇതാ സീറ്റ്സ് ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ CKC പറയണേ, ഇവന് ഞാനൊരു ബിസിനസ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിരിക്കും, അതിൻ്റെ പേരാണ് ശിവാനി കഫേ, അതെന്തായാലും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അങ്ങനെ ശിവാനി പറയുന്നത്, ഇതാ സീറ്റ്സ് എടുക്കൂ എന്ന് പറഞ്ഞ് സീറ്റ്സ് കൊടുക്കുകയാണ്. ഇതേ സമയം എടുക്കാൻ താല്പര്യം CKC അങ്ങ് എടുത്തിട്ട്, മോളെ എന്തായാലും കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ വലിയൊരു ബിസിനസ് മാൻ ആവട്ടെ, ശിവാനി കഫേ വളർന്ന് വലുതാവട്ടെ. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ നിർമ്മല പറയുന്നുണ്ട്, ചതിയനാണ്, കുടുംബം തമ്മിൽ തെറ്റിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തായാലും ചതിയൻ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. എന്തായാലും അങ്കിളെ, എനിക്കൊരു ബിസിനസ് ഇട്ട് തരുന്നതിൽ എന്തൊരു കുശുമ്പാണ് ഇവർക്ക് ചെണ്ടോ എന്നൊക്കെ പറഞ്ഞ് 2 പേർക്കും സീറ്റ്സ് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷത്തോടു കൂടി കഴിച്ചതിന് ശേഷം, ഇത് വേണമെങ്കിൽ നിങ്ങളും എടുത്തോ, ഞങ്ങൾ കോഫി ഷോപ്പ് ഇടാൻ പോകാണെന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ മുന്നിലോട്ട് അങ്ങ് നീട്ടിക്കൊടുക്കുമ്പോൾ ഗൗതം എന്ത് ചെയ്യുന്നു, ആ സീറ്റ്സ് ഒരൊറ്റ തട്ടകത്ത് ഇട്ടാണ് കേട്ടോ. അതോടുകൂടി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇത് പാറുവും നിധിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ
പ്രണവിനും കഴിയില്ല. അപ്പോൾ പാറു എന്താ ഈ കാണിച്ചത്, എന്നാൽ നിർമ്മലക്കാണെങ്കിൽ സന്തോഷമാവാണ്. ഇത് കണ്ട ഉടൻ തന്നെ CKC പറയാണ്, നീ ഒരു കാര്യം ചിന്തിച്ചോ, സീറ്റ്സ് തട്ടിയെന്ന് കരുതിയിട്ട് കോഫി ഷോപ്പ് ഒരിക്കലും ഇടാതിരിക്കില്ല. കോഫി ഷോപ്പ് ഞാൻ അവന് ഇട്ട് കൊടുക്കാം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നടത്തിയിരിക്കും. ഇതിന് നീ എന്ത് തടസ്സം നിന്നിട്ടും കാര്യമില്ല. എൻ്റെ പണം ഉപയോഗിച്ച് ഇവനൊരു കോഫി ഷോപ്പ് ഇടുന്നത് നിനക്കെന്താ കുഴപ്പം? നിങ്ങൾ മിണ്ടണ്ടേ, നിങ്ങളൊരു ചതിയനാണ്. ചതിയൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത് എൻ്റെ കുടുംബകാര്യമാണ്. ഈ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ഏട്ടനാണെന്നുള്ള ആ ഒരു അസൂയ വെച്ച് നിങ്ങളെക്കാൾ മുകളിൽ വളരരുതെന്ന അസൂയ വെച്ച് നിങ്ങൾ എന്നോട് പെരുമാറാൻ നിൽക്കേണ്ട. എൻ്റെ ബിസിനസ് എല്ലാം ഞാൻ തുടങ്ങുകയാണ്, അതിൻ്റെ പേപ്പേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഗൗതം എന്ത് ചെയ്യുന്നു, ആ പേപ്പറുകളെല്ലാം കീറിക്കളയുന്നു. അത് കാണുന്ന പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിച്ച് ഗൗതമിൻ്റെ കഴുത്തിനെ അങ്ങ് പിടിക്കുമ്പോൾ ഉടൻ തന്നെ പാറു അവിടെ ഇടപെടട്ടെ. അപ്പോഴേക്കും CKCയുടെ കഴുത്തിന് ഗൗതം കയറി പിടിക്കുന്നുണ്ട്. നിങ്ങളൊറ്റ ഒരുത്തനാണ് ഈ കുടുംബം ഇങ്ങനെ തകർത്തിയത്, ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള പ്രശ്നം നിങ്ങളെ ഊതി വീർപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഗൗതം തമ്മിൽ വഴക്കിടുമ്പോൾ സ്വന്തം അച്ഛനെ തല്ലേണ്ടവൻ തന്നെയാണ് എന്നുള്ള ആ ഭാവത്തിൽ നിർമ്മല ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഇതേ സമയം വീണ്ടും പ്രണവ് പറയാണ്, ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിരിക്കും. അപ്പോഴേക്കും പാറു ഇടപെടാണ്, ആരുടെ ദേഹത്താണ് നീ കൈവച്ചത്, നിൻ്റെ സ്വന്തം ഏട്ടൻ്റെ ദേഹത്ത്, മര്യാദയ്ക്ക് ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് പാറു ഇങ്ങനെ പ്രണവിനെ കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, എന്തിനാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നത്, നിൻ്റെ നല്ലതിനല്ലേ ഇത് പറയുന്നത്. അത് കേൾക്കുന്ന ജ്യോതി പറയും, മിണ്ടാതിരിക്കടി, നിനക്കും നിൻ്റെ ഭർത്താവിന് മാത്രം വളർന്നാൽ മതി എന്ന് വെച്ച് ശിവാനിയും പ്രണവും വളരുന്നതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ ജ്യോതി പറയാണ്. അത് കേട്ട് CKC ശരിയാണ്, അവർ വളർന്നോട്ടെ, അവർക്കും ബിസിനസ് ചെയ്യാൻ അറിയുന്ന പേടി കൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പ്രണവിനെ ഇങ്ങനെ പാറു കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയം ഈ സംസാരങ്ങൾ കേട്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഗൗതം വീണ്ടും ഇങ്ങനെ CKCയുടെ കഴുത്തിന് പിടിക്കുകയാണ്. അപ്പോഴേക്കും പ്രണവ് അവിടെ ഓടി വന്ന് മാറ്റുകയാണ്. മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പ്രണവ് മാറ്റി നിൽക്കുകയാണ്. അപ്പോഴേക്കും ശിവാനി ചോദിക്കുക, അച്ഛാ സോറി അങ്കിളിന് എന്തെങ്കിലും പറ്റിയോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ, വെള്ളം വേണോ, അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ആ തലോടിലിട്ടോ. പിന്നീട് ആ ഒരു എഗ്രിമെൻറ്റ് പേപ്പറിൻ്റെ പേപ്പേഴ്സുകളെല്ലാം കീറിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഇവർ തമ്മിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ ഗൗതമിനേറ്റും പോകുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ ചിരിക്കുന്നത് ഗൗതം ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശിവാനിയും ജ്യോതിയും ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു. ഇവരുടെ പ്ലാൻ ആയിരിക്കും അങ്ങനെ ഒരു കോഫി ഷോപ്പ് ഒന്നും ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഏട്ടനെയും അഞ്ജനെയും പിണക്കിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ അവരവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം ഇങ്ങനെ റൂമിൽ ചെന്നിട്ട് നിധിയോട് പറയണം, അവനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആ വൃത്തികെട്ടവളെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ അനിയനല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്, അവനെ ചതിക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് പറ്റിയ ചതി എന്താ, അതുപോലെ വലിയ ചതിയാണ് അവന് വരാനിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം CKC ബിസിനസ്സിൽ അയാൾ ആരെയും കുഴിച്ചു മൂടാൻ മടിക്കില്ല, അത്രയും വൃത്തികെട്ടവനാണ്, എന്തും ചെയ്യും, എന്ത് നികൃഷ്ട ജന്മം എന്ന് തന്നെ അയാളെ പറയാന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുമ്പോൾ നിധി പറയണേ, എന്ത് ചെയ്യാൻ, ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ, എന്നാലും എൻ്റെ ഏട്ടനാണ്. അപ്പോൾ ഉടനെ ശിവാനി എനിക്ക് നന്നായി അറിയാം, ശിവാനി അറിഞ്ഞും കൊണ്ട് ഗൗതമിനെ വീഴ്ത്തുകയാണ്. അതൊക്കെ നിധി പറയുന്നു കേട്ടോ. എന്നാൽ ഇപ്പുറത്താണെങ്കിൽ ശിവാനി പ്രണവിൻ്റെ ചെവിയിൽ ഇനി വേദം ഓതി കൊടുക്കുകയാണ് കേട്ടോ. ഓരോ വേണ്ടാത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്.